ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയ അധികം കയ്പില്ലാത്ത നല്ലൊരു അടിപൊളി പാവക്കത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാവക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാവക്ക നമുക്കിവിടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 എണ്ണം ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം നന്നായിട്ട് തന്നെ മൂത്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം ഇവിടെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നനച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ നോക്കലില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് പഴുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ 3 പാവക്ക പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതവിടെ 3 പാവൽ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ അധികം കയ്പില്ലാന്ന്, അത് ഈ ഒരു വൈറ്റ് കളർ പാവൽ അധികം കയ്പില്ല കേട്ടോ. കട്ടിപ്പച്ച പാവലാണെങ്കിൽ നല്ല കയ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അധികം കയ്പില്ലാത്ത പാവൽ നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇത് പാവൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ 2 എണ്ണം മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ അധികം കയ്പുള്ള പാവലാണെങ്കിൽ കുറച്ച് മുന്നേ ഒരു 15 മിനിറ്റ് മുന്നേ ഉപ്പെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കയ്പ് കുറയുമെന്ന് പറയുന്നതൊക്കെ. ഏതായാലും പാവക്ക നല്ല കയ്പ് തന്നെയല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കുക. സവാളിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി എടുക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇത് കട്ട് ചെയ്തെടുക്കാനും തൊലി കളയാനും മടിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സവാള എടുത്താൽ മതി. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2-3 വറ്റൽ മുളക് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ ഇതാ നമ്മുടെ ചെറിയുള്ളി നല്ലതുപോലെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പാവക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. സാധാ പച്ചവെള്ളം തന്നെ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു സമയം വരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതവിടെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായണ്ട ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് പകരം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മതി. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാവക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ലേ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിലുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരും കേട്ടോ. അങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്കയും തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സാമ്പാർ പൗഡറാണ്. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൗഡർ നമ്മുടെ തോരൻ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവേനു കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാവക്ക തോരൻ ഇതവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.